വിഷമുള്ള ഇറച്ചിയാണെന്ന് വിചാരിച്ചിട്ടും പല പണ്ഡിതന്മാരുടെ പച്ചറച്ച് നിന്ന് പോയിട്ടുണ്ട്. ചെറുപ്പക്കാരാ, ഒന്നാലോചിക്കണേ. അവിടെ നിന്റെ നാവിനെ സീല് വെക്കുമ്പോൾ, കരങ്ങൾ സംസാരിക്കുമ്പോൾ, കാലുകൾ സാക്ഷി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പരലോകത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, പോരാ, കാലിടറാതെ അള്ളാഹുവിന്റെ പരലോകത്തുള്ള പാലമുണ്ടല്ലോ. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പല പാലങ്ങളും ഉണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ പാലങ്ങളിലൂടെ നമ്മൾ വാഹനമോടിച്ചു പോകാറുണ്ട്, പല നിലക്കും നമ്മൾ സഞ്ചരിക്കാറുണ്ട്. ആ പാലങ്ങൾക്കടിയിലൂടെ കടന്നു പോകുന്നത് ജലാശയമാണ്, വെള്ളമാണ്, സമുദ്രമാണ്, ചിലപ്പോൾ വറ്റിവരണ്ട ഭൂമിയാകാം. അല്ലാഹുവിന്റെ പരലോകത്തൊരു പാലമുണ്ട് പൊന്നുമോനെ. ആ പാലത്തിൽ കാലിടറിപ്പോയാ വീണുപോകുന്നത് കേവലം വെള്ളത്തിലല്ല, വരണ്ട ഭൂമിയിലല്ല. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. കത്തിക്കാളുന്ന ഭീകരമായ ഭയാനകരമായ ബീഭത്സമായ നരകമുണ്ടല്ലോ, അതിൽ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് എന്താണെന്നറിയുവോ? പച്ചമാംസവുമാ, പച്ച മനുഷ്യരും പാറക്കല്ലുകളുമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ ഒന്നാലോചിക്കണേ ചെറുപ്പക്കാരാ. സമുദായത്തിന്റെ ആധുനിക ഭാവം എങ്ങനെയാ? സമുദായത്തിന്റെ ആനുകാലിക സംഭവങ്ങൾ എങ്ങനെയാ? ഞാൻ ആ പരിസരത്തുള്ളവരോട് ചോദിച്ചു, എന്താ കുഴപ്പം? ആള് കൂടി നിൽക്കുന്നു, പോലീസ് വണ്ടികൾ കിടക്കുന്നു. ആ ചെറുപ്പക്കാരെന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇതൊരു തിയേറ്ററാ. ഇന്നൊരു പടം റിലീസായിട്ടുണ്ട്. ആ പടം കാണാൻ വേണ്ടി ചെറുപ്പക്കാരൊരുമിച്ച് ഓടിയിട്ടുണ്ട്. സ്നേഹത്തോടെ ഞാൻ പറയുകയാ, ഗൗരവമുള്ള വിഷയമാ, ആലോചിക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. ആ ചെറുപ്പക്കാരെന്നോട് പറയുകയാ, ഉസ്താദേ, പടം കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോൾ ഹൗസ്ഫുള്ളായി പോയി ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു. താൻ ഇഷ്ടപ്പെട്ട ഇഷ്ടതാരത്തിന്റെ പടം റിലീസിന്റെ അന്ന് തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ പോയ ഒരു ചെറുപ്പക്കാരനാ. ഒന്നാലോചിക്കു പൊന്നുമോനെ, സമുദായത്തിന്റെ അവസ്ഥ എന്താ? മുമ്പത്തെ കാലത്ത് ഓണത്തിന് പടം റിലീസാകുമായിരുന്നു, ക്രിസ്മസിന് പടം റിലീസാകുമായിരുന്നു, സിനിമ റിലീസാകുമായിരുന്നു. ഇപ്പോഴുള്ള അവസ്ഥ എന്താ? ഒന്നാലോചിക്കണേ. ആര് വരുത്തി വെച്ച വിലയാ? പെരുന്നാളിനും പടം റിലീസാവുകയാ, റംസാൻ സ്പെഷ്യൽ പടം റിലീസാവുകയാ. നഊദുബില്ലാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളല്ലയോ ചെറുപ്പക്കാരാ? എന്താ വിഷയം എന്നറിയുവോ? താനിഷ്ടപ്പെട്ട താരത്തിന്റെ പടം റിലീസായപ്പോൾ ആ പടം കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിൽ മുന്നിൽ നിന്ന് ആ ക്യൂവിൽ നിന്നൊരു ചെറുപ്പക്കാരൻ സുബ്ഹാനല്ലാഹ്, ടിക്കറ്റ് തീർന്നുപോയി, ഹൗസ്ഫുള്ളായി പോയി. ലക്ഷ്യം കൊണ്ട് കൗണ്ടറിലിരുന്ന ആളിന്റെ അടുക്കലേക്ക് അടുത്തു ചെന്നു, ആളിനെ ആക്രമിച്ചു, പ്രശ്നമുണ്ടാക്കി. അവസാനം അവിടെ കിടന്നൊരു വടിയെടുത്തുകൊണ്ട് അടിച്ചങ്ങ് കൊന്നു. സഹോദരങ്ങളെ, ആരാ കൊന്നതെന്നറിയുവോ? മുസ്ലിം പേരുള്ളൊരു ചെറുപ്പക്കാരനാ. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ചെറുപ്പക്കാരാ, നീ തോളിൽ ഏറ്റു നടക്കുന്നൊരു സ്ഥാനമുണ്ടല്ലോ പൊന്നുമോനെ. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ ഭാഗ്യവാ. ഞാൻ അലങ്കാരത്തിന് പറഞ്ഞതല്ല. മനുഷ്യോൽപത്തിയുടെ നായകൻ അബുൽ ബശർ ആദം അലൈഹിസ്സലാം, അതുപോലെ മഹാനായ കലീമുല്ലാഹി ഈസാ അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ, കലീമുല്ലാഹി മൂസാ, അതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കമുള്ള പല പ്രവാചക പ്രമുഖന്മാരും പടച്ചതമ്പുരാനോട് പല ആവർത്തി ചോദിച്ചിട്ട് കിട്ടാതെ പോയ ഭാഗ്യവാ സഹോദരങ്ങളെ. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ആലോചിക്കണേ, പ്രവാചക പ്രമുഖന്മാർക്ക് എന്തിനാ ഞാൻ ഈ ആയത്തോതുന്നത്? എന്തിനാണ് ഈ ആയത്ത് ഞാൻ വിശദീകരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന യുവത്വമുണ്ടല്ലോ പൊന്നുമോനെ, പൊന്നുമോളെ. ഫാത്തിമാനെ കാണാനുള്ള യുവത്വമല്ലയോ പൊന്നുമോളെ? ഐഷാന്റെ മുഖം കാണണ്ടേ പൊന്നുമോളെ? ഖദീജാന്റെ കൈപിടിക്കണ്ടേ പൊന്നുമോളെ? ബീവി ആസിയാന്റെ ചാരത്തെത്തിയൊന്ന് സംഭാഷണം നടത്തണ്ടേ പൊന്നുമോളെ? ഖബറിൽ തമ്പുരാട്ടിയായിട്ട് കിടക്കണ്ടേ പൊന്നുമോളെ? പരലോകത്ത് മഹതിമാരുടെ തണലിൽ ഒത്തുകൂടണ്ടേ പൊന്നുമോളെ? നിന്നെയും ഒരിക്കൽ ഒരുക്കി മൂന്ന് പുടവയില്ലതാ പൊതിഞ്ഞുകൊണ്ട് ഖബറിലേക്ക് കൊണ്ടുവരും.
പോകുന്നൊരു നാളുണ്ട്, മറന്നു പോകണ്ട. അതുകൊണ്ട് യുവതിവാക്കളെ സ്നേഹപൂർവ്വം ഞാനൊന്ന് പറയട്ടെയോ, അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാ നമ്മൾ തിന്മയിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരാ, ആലോചിക്കണേ. ആ ഒരു സ്ഥാനത്തിന്റെ വലിപ്പവും മഹത്വവും ഉന്നതിയും ഉദാത്തവും ആലോചിക്കണേ സഹോദര. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാ, ആലോചിക്കണേ. അള്ളാഹു ഈ ലോകത്ത് കൊടുക്കുന്ന, മനുഷ്യർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ മഹത്വം ഏതാണെന്നറിയുവോ? പ്രവാചകത്വം.